നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 2. ഇന്ന് നിഫ്റ്റിയുടെ ഈ മാസത്തിലെ ആദ്യ ആഴ്ചയിലെ വീക്കിലി എക്സ്പയറിയാണ്. ആയതിനാൽ തന്നെ മാർക്കറ്റിൽ ഇന്ന് വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇന്ത്യയുടെ കൊമേഴ്സ് മിനിസ്റ്ററായ ശ്രീ പീയൂഷ് ഗോയലിന്റെ ഭാഗത്ത് നിന്നും ഇന്നലെ നടന്ന പ്രസ് കോൺഫറൻസിൽ യുഎസുമായിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഫൈനലൈസ്ഡ് ആയെന്നും അന്തിമമായിട്ടുള്ള നെഗോസിയേഷൻ നടക്കുകയാണെന്നുള്ള പ്രസ്താവന വന്നു. മാത്രമല്ല യുഎസ് ഇന്ത്യ FTA ബന്ധപ്പെട്ടുകൊണ്ട് യുഎസിലെ ചില പ്രതിനിധികൾ ഇന്ത്യയിൽ ഓൾറെഡി ഉണ്ട്. കൂടാതെ മറ്റൊരു ഡെലഗേഷൻ ജൂൺ 2-നും 4-നുമായിട്ട്, അതായത് ഇന്നും വ്യാഴാഴ്ചയുമായിട്ട് നിലവിൽ ഇന്ത്യയിലുള്ള യുഎസ് ഡെലഗേഷനുമായിട്ട് ജോയിൻ ചെയ്യുകയും ചെയ്യും. വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സിൽ ഇറാനുമായിട്ടുള്ള ചർച്ചകൾ ദ്രുതഗതിയിൽ തുടരുകയാണെന്നാണ് ഇന്നലെ രാത്രി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്തത്. മാത്രമല്ല ഇസ്രായേലും ഹിസ്ബുള്ളയും സമ്മതിച്ചതായിട്ടും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാത്രമല്ല ഇന്നലെ ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ നെതന്യാഹു ബെയ്റൂത്തിലേക്ക് ഇസ്രായേൽ ട്രൂപ്പുകളെ അയക്കില്ലെന്നുള്ള വാഗ്ദാനം അദ്ദേഹത്തിന് നൽകിയെന്നുള്ള പ്രസ്താവന നടത്തുകയുമുണ്ടായി. എന്നാൽ അതേസമയം IRGCയുടെ ഭാഗത്ത് നിന്നും യുഎസിന്റെ ഉടമസ്ഥതയിലുള്ള കൊമേഴ്ഷ്യൽ വെസലിനെ ക്രൂയിസ് മിസൈൽ വെച്ച് തങ്ങൾ ആക്രമിച്ചതായിട്ടുള്ള അവകാശവാദം ഉയർത്തിയിട്ടുമുണ്ട്. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് ഇനി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 23,550, 23,700 എന്നീ ലെവലുകൾ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലുകൾക്ക് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ അതേസമയം ഇന്ന് നിഫ്റ്റിയിൽ ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് 23,250 എന്ന ലെവൽ വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ലെവലായിരുന്നു ഏതാനും ആഴ്ചകളായിട്ട് നിഫ്റ്റിക്ക് ശക്തമായ സപ്പോർട്ട് നൽകിയിരുന്നത്. ഈ ലെവലും ഇന്ന് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് ഡൗൺ സൈഡിലേക്ക് 23,100 എന്ന ലെവലും അടുത്തൊരു പ്രധാനപ്പെട്ട സപ്പോർട്ട് തന്നെയാണ്. എങ്കിലും 23,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷർ വർദ്ധിക്കുവാനും ഇടയുണ്ട്. ബിയേഴ്സ് അവരുടെ ഗ്രിപ്പ് വർദ്ധിപ്പിക്കുകയും ചെയ്തേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്നലെ ഇന്ത്യയിൽ നിന്നും രാവിലെ 10:00 റിലീസ് ചെയ്യപ്പെട്ട മെയ് മാസത്തെ HSBC മാനുഫാക്ചറിംഗ് PMI ഫൈനൽ ഡാറ്റ ഏപ്രിലെ 54.7 നിന്നും മെയ് മാസമായപ്പോൾ 55 എന്ന ലെവലിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് 3 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായത്. പിന്നീട് നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 4:30 റിലീസ് ചെയ്യപ്പെട്ട ഏപ്രിൽ മാസത്തെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റയിൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ 4.9% ഉയരുകയും ചെയ്തു. 3.9 എന്ന മാർക്കറ്റ് എക്സ്പെക്ടേഷന് മറികടന്നുകൊണ്ട് തന്നെ. അതേസമയം തന്നെ റിലീസ് ചെയ്യപ്പെട്ട ഏപ്രിൽ മാസത്തെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ ഡാറ്റയും 6.2% വളർച്ച രേഖപ്പെടുത്തുകയും ചെയ്തു. ആയതിനാൽ തന്നെ ഇന്നലെ ഇന്ത്യയിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട 3 ഡാറ്റകളും പോസിറ്റീവായിട്ട് തന്നെയാണ് റിസൾട്ട് വരികയും ചെയ്തത്. ഇന്നലെ യുഎസിൽ നിന്നും വൈകുന്നേരം ഇന്ത്യൻ സമയം 7:30 മെയ് മാസത്തെ ISM മാനുഫാക്ചറിംഗ് PMI ഡാറ്റയുടെ റിലീസ് ഉണ്ടായിരുന്നു. ഏപ്രിൽ മാസത്തെ 52.7% നിന്നും മെയ് മാസമായപ്പോൾ 54% ഉയർച്ച രേഖപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റിൽ വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 7:30 യുഎസിൽ നിന്നും ഏപ്രിൽ മാസത്തെ ജോബ് ഓപ്പണിംഗ് ഡാറ്റയുടെ റിലീസ് ഉണ്ട്. ഇന്നലെയും ഇന്ത്യൻ മാർക്കറ്റിൽ ശക്തമായ ഇടിവ് തുടർന്നു. തൽഫലമായി തുടർച്ചയായി 4 ട്രേഡിംഗ് സെഷനുകളായിട്ട് നിഫ്റ്റിക്ക് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിച്ച് തുടരേണ്ടതായിട്ടും വന്നു. കൂടാതെ ഈ കലണ്ടർ മാസത്തിലെ ഫസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ തന്നെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 3,911.68 കോടി രൂപയ്ക്ക് സെല്ലിംഗ് തുടർന്നപ്പോൾ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 5,109.13 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടർന്നു. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADRന് 1.5%, ഡോക്ടർ റെഡ്ഡീസിന് 2.25%, HDFC ബാങ്ക് ADRന് 0.25%, ICIC ബാങ്ക് ADRന് 1.25%-ലേറെയും നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ ഇൻഫോസിസ് ADRന് 6%, വിപ്രോ ADRന്
2% നേട്ടത്തോടുകൂടി തന്നെ ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനുമായി. ആയതിനാൽ തന്നെ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രകടമായിരുന്ന ബാങ്കിംഗ് മേഖലയിലെ വീക്ക്നെസ് ADRൽ പ്രതിഫലിക്കുകയും ചെയ്തു. മാത്രമല്ല ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് ശക്തമായ ഇടിവ് നേരിടേണ്ടി വന്നെങ്കിലും നിഫ്റ്റി IT ഒക്കെ 2.66% നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ പ്രസിഡന്റ് ട്രംപിന്റെ ഇറാൻ US ഡീലിനെ കുറിച്ചുള്ള പ്രസ്താവനയെ തുടർന്ന് S&P 500-ന് 0.5%-യും നാസ്ഡാക്കിന് 0.5%-നടുത്തും നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാൻ സാധിച്ചു. എങ്കിലും US-ലെ ഡോ ജോൺസ് ഫ്യൂച്ചർ നിലവിൽ 0.5%-നടുത്ത് അഥവാ 225 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.25%-നടുത്തും ഫ്രാൻസ് ജർമ്മൻ മാർക്കറ്റുകൾക്ക് 0.5%-നടുത്തും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 1%-ലേറെയും കൊറിയൻ മാർക്കറ്റ് 1.25%-ലേറെ നഷ്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയില് ബ്രെന്റ് ക്രൂഡിന്റെ വിലയില് 0.5%-ന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയില് ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും പോസിറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഗോൾഡിന്റെ വില ഫ്ലാറ്റ് ആയിട്ട് തുടരുന്നുമുണ്ട്. ബ്രെന്റ് ക്രൂഡിന്റെ വില $95.23 ക്രൂഡ് ഓയിലിന്റെ വില $92.27 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. ഗോൾഡിന്റെ വില $4,480.56 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. ഇന്നലെയും തുടരേണ്ടി വന്ന ഇടിവിനെ തുടർന്ന് PCR 0.49 എന്ന ലെവലില് അൾട്രാ ബെയറിഷ് ആയിട്ട് തന്നെയാണ് നിലകൊള്ളുന്നതും. ഇന്നലെയും തുടർന്ന ഇടിവിന്റെ ഫലമായിട്ട് ഏപ്രിൽ മാസത്തെ റാലിയിലെ 50% ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ലെവലിന് താഴെയായിട്ടാണ് നിഫ്റ്റിക്ക് ക്ലോസിംഗും രേഖപ്പെടുത്തുവാനായത്. മാത്രമല്ല RSIയിലും ഇടിവ് രേഖപ്പെടുത്തുകയും ചെയ്തു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 23,600 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. അതേസമയം 23,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 23,400 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. കാപ്പിരി ഗ്ലോബൽ മോർഗൻ സ്റ്റാൻലി 96 കോടി രൂപ മൂല്യം വരുന്ന ഷെയറുകൾ സ്റ്റോക്കിൽ സ്വന്തമാക്കി. ലോയിഡ്സ് മെറ്റൽസ് മോർഗൻ സ്റ്റാൻലി 161 കോടി രൂപയുടെ ഷെയറുകൾ സ്റ്റോക്കിൽ നിന്നും വിറ്റൊഴിഞ്ഞു. ഫോഴ്സ് മോട്ടേഴ്സ് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ മെയ് മാസത്തെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ഓട്ടോ സെയിൽസ് ഡേറ്റയാണ്. ടോട്ടൽ സെയിൽസില് 15.4%-ന്റെയും ഡൊമസ്റ്റിക് സെയിൽസില് 14.7%-ന്റെയും എക്സ്പോർട്സില് 37.2%-ന്റെയും ഇടിവ് രേഖപ്പെടുത്തി. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് ടോട്ടൽ സെയിൽസിൽ 42%-ന്റെയും ഡൊമസ്റ്റിക് സെയിൽസിൽ 42%-ന്റെയും എക്സ്പോർട്സിൽ 45%-ന്റെയും വർധനവ് രേഖപ്പെടുത്തി. ടാറ്റ മോട്ടോഴ്സ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ടോട്ടൽ സെയിൽസിൽ 17%-ന്റെയും ഡൊമസ്റ്റിക് സെയിൽസിൽ 19%-ന്റെയും വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ എക്സ്പോർട്സിൽ 9%-ന്റെ ഇടിവും രേഖപ്പെടുത്തി. NHPC ഇന്ന് ചൊവ്വാഴ്ച 6% വരുന്ന സ്റ്റേക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓഫർ ഫോർ സെയിലിലൂടെ വിറ്റഴിക്കുമെന്നുള്ള റിപ്പോർട്ട്സ് ആണ് വരുന്നത്. 71 രൂപ പെർ ഷെയർ നിലയിലായിട്ടാണ് ഫ്ലോർ പ്രൈസ് സെറ്റ് ചെയ്തിരിക്കുന്നതും. ഓല ഇലക്ട്രിക് 500 കോടി രൂപയുടെ ഫണ്ട് സമാഹരണത്തിന് QIP കമ്പനി ആരംഭിച്ചു. 37 രൂപ 74 പൈസ പെർ ഷെയർ നിലയിലായിട്ടാണ് ഫ്ലോർ പ്രൈസ് നിശ്ചയിച്ചിരിക്കുന്നതും. IDFC ഫസ്റ്റ് ബാങ്ക് തട്ടിപ്പിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായ ശ്രീ വിക്രം വാദ്വയെ ED അറസ്റ്റ് ചെയ്തതായിട്ടുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.